കോഴിക്കോട് കക്കാടംപൊയിൽ റൂട്ടിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാകുന്നു. ഇന്ന് പുലർച്ചെയോടെ പീടികപ്പാറ പള്ളിക്ക് സമീപം കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ ലഭ്യമല്ല. ഒരാഴ്ചയ്ക്കിടെ ഇതേ പരിസരത്തുണ്ടാകുന്ന നാലാമത്തെ അപകടമാണിത്. അപകടങ്ങൾ പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയുമില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുഖം ചേരുന്നുണ്ട്. റഫീഖ്, എപ്പോഴായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അധികൃതർ ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കാത്തത്? അരുണിമ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരാഴ്ചക്കിടെ നാലാമത്തെ അപകടമാണ് ഈ ഒരു പരിസരത്ത്. അതായത് ഈ കൂടഞ്ഞി പഞ്ചായത്തിലെ പീടികപ്പാറ, കള്ളിപ്പാറ, കക്കാടംപൊയിലിന്റെ ഇടയിലൊക്കെ നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് സംഭവിക്കുന്നത്. മരണം സംഭവിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികൃതരാരും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. കോഴിക്കോടിനെ മാത്രമല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും കൂടഞ്ഞി പഞ്ചായത്തിന്റെയും മേറനാട് പഞ്ചായത്തിനെയൊക്കെ സംയുക്തമായിട്ട് ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് പാർക്കുകളൊക്കെ ഉള്ള വലിയ രീതിയിലെ ക്ലൈമറ്റ് ഒക്കെ ഉള്ള നല്ല ഒരു വിനോദസഞ്ചാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നല്ല പുറത്തുനിന്ന് പോലും ആളുകൾ കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾ പോലും വരുന്ന ഒരു വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള റോഡുകളെ കുറിച്ചും ഇവിടെയുള്ള ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആളുകൾക്കാണ് കൂടുതൽ അപകടം പറ്റുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും പല സ്ഥലങ്ങളിലും ഇടുങ്ങിയ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്. അവിടെ മലയോര ഹൈവേ പകുതിയിൽ നിൽക്കുകയാണ്. അതായത് നല്ലൊരു റോഡിൽ നിന്ന് മാറിയിട്ട് പിന്നെ പെട്ടെന്ന് ഇടുങ്ങിയ റോഡുകളിലേക്ക് പോകുന്നതും കുത്തനെയുള്ള വളവുകളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ സീസണിലെ കനത്ത മഴ ബ്രേക്ക് ഇട്ടാൽ കിട്ടാത്ത അവസ്ഥയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവരോട് നമുക്ക് പറയാനുള്ളത് അവിടെയുള്ള റോഡുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലാത്തവർ ആ റൂട്ടില് ഗതാഗതം മെല്ലെ വരണമെന്നും പതുക്കെ പോകണമെന്നുമാണ്. എന്നാൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാർ. കാരണം ഇവരിപ്പോൾ MLAക്കും MPDക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള പല ഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കുകൾ അടക്കമുള്ളത് വെച്ച് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും കക്കാടംപൊയിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒരു നിത്യസംഭവമായി മാറുന്നത്. വലിയൊരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലെയും ഇത്തരത്തിലൊരു കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരാഴ്ചയ്ക്കിടെ ഇതേ പരിസരത്തുണ്ടാകുന്ന നാലാമത്തെ അപകടമാണിത്. അപകടങ്ങൾ ഇങ്ങനെ പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയും ഇല്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആരോപണം. മഴ കൂടി ശക്തമാവുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഈ ഒരു വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റഫീഖ് തോട്ടുമുഖമാണ്.